ബാഡ് ലാൻഡ് ഹണ്ടേഴ്സ് എന്ന് പറഞ്ഞ ചിത്രം കണ്ടു. നമ്മുടെ ഡോൺലി അങ്ങേര് കേന്ദ്ര കഥാപാത്രത്തിൽ വന്നിരിക്കുന്ന ചിത്രമാണ്. പടത്തിൻ്റെ ഡയറക്ടർ, ആക്ടർ, മറ്റ് ആർട്ടിസ്റ്റുകൾ, പ്രൊഡ്യൂസർ എല്ലാ ലിസ്റ്റും 2024 ഇറങ്ങിയ പടമാണ്. ഡോൺലി ചിത്രങ്ങളൊക്കെ എക്കാലവും മലയാളി പ്രേക്ഷകർക്ക് വലിയ താല്പര്യമുള്ള പടങ്ങളാണ്. കൊറിയൻ ലാലേട്ടൻ എന്നല്ലേ പുള്ളിയെ പറയുന്നത്. ഇടയ്ക്കൊക്കെ പുള്ളി ഇന്ത്യൻ പടത്തിൽ അഭിനയിക്കാൻ വരുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഒരു വിവരവും ഇല്ല. ഇപ്പോൾ പടത്തിൻ്റെ കഥ തുടങ്ങുന്നത് ലോകം മൊത്തം വലിയൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഭൂകമ്പവും അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വന്നിട്ട് ജനപ്പെരുപ്പം കുറഞ്ഞു. ഉള്ള ജനങ്ങൾ സർവൈവ് ചെയ്യാൻ കിടന്ന് ബുദ്ധിമുട്ടും. ഇപ്പോൾ ഒരു ഗ്യാങ് ആയിട്ടൊക്കെ പലരും രൂപീകരിച്ച് എങ്ങനെയെങ്കിലും അതായത് കൈവ് കൊള്ളാൻ കാര്യക്കാരൻ ആ ഒരു സിറ്റുവേഷൻ. സ്വർണ്ണത്തിനൊന്നും വിലയില്ല, ബാങ്ക് അക്കൗണ്ടുകൾക്കൊന്നും വിലയില്ല. ഇവിടെയൊക്കെ പലരും ബാർട്ടർ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. നമ്മുടെ എന്തെങ്കിലും തേങ്ങയോ മാങ്ങയോ ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ കുറച്ച് മുട്ടയുണ്ടെന്നുണ്ടെങ്കിൽ ഇതം കൊടുത്തിട്ട് മേടിക്കുക. സ്വർണ്ണത്തിനും പണത്തിനും വാല്യൂ ഇല്ലല്ലോ. 2-3 വർഷം കഴിഞ്ഞ് ഈ ഇഷ്യൂ ഉണ്ടായിട്ട് എല്ലാവരും പ്രതീക്ഷയോടെ ഇരിക്കുന്നു, ഭൂമി വീണ്ടും തിരിച്ചാകും. പക്ഷേ അഗാധമായ ഗർത്തങ്ങളും ബിൽഡിങ്ങുകളൊക്കെ തകർന്ന് പൊളിഞ്ഞ് കിടക്കുവാണ്. അതൊക്കെ ഇനി റെഡിയാക്കി വിടുന്നൊരു സിറ്റുവേഷൻ പറഞ്ഞാൽ ഭയങ്കര ഗതികേടല്ല. അപ്പോൾ നമ്മുടെ പടത്തിലെ ഒരു മെയിൻ കഥാപാത്രമായിട്ട് ചെറുപ്പക്കാരൻ ജി, ഇദ്ദേഹം ഒരു അമ്പ് ഉപയോഗിച്ച് വേട്ടയാടാൻ ഒരു മുതല പെട്ടെന്ന് ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ കൂടെ ഭയങ്കര ഭീമാകാരൻ. അപ്പം പുള്ളി നമുക്ക് ഈ മുതലേ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞമ്മടിക്കാമല്ലോ. അമ്പ് ചെയ്ത് നേരെ തിരിഞ്ഞ് ഇയാളുടെ നേരെ വരുന്നു, ചാടി ഓടി വരും. ആ ഒരു സിറ്റുവേഷനിൽ പുള്ളി ഓടി ഒരു കാറിൻ്റെ അകത്ത് കയറുന്നു. പൊളിഞ്ഞു കിടക്കുന്ന കാർ ഉദ്ദേശിച്ചു അതിലോട്ട് എൻ്റർ ആവുന്നു. മുതലേം അതിൻ്റെ അകത്തോട്ട് ഒന്ന് ഇടിച്ച് കയറാൻ നോക്കുന്നു. ഒരു രക്ഷയില്ലാത്തൊരു സിറ്റുവേഷനോട്ട് എത്തുന്നു. ആ സമയത്താണ് നമ്മുടെ ഡോൺലിയുടെ എൻട്രി. വാലിനെ പിടിച്ചെടുത്തിട്ട് അറ്റാക്ക്. അതിനെ എന്നിട്ട് വെട്ടി പീസാക്കി അതിനെ വിൽക്കുക. കാരണം ഈ മുതലാളി ഇറച്ചി ഓപ്പൺ സ്പേസിൽ ആൾക്കാർക്ക് കാണാവുന്ന രീതിയിൽ മുറിച്ച് പീസാക്കി വിൽക്കുന്നു. അപ്പോൾ ആൾക്കാർ അവരുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഇടണം. പൈസയ്ക്കും കൂടുതൽ വാല്യൂ ഇല്ല. അപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ കൊണ്ട് കൊടുക്കുന്നു. ബാർട്ടർ പോലെ ചിലർ പൈസ ഇല്ലാത്ത പൈസ കിട്ടിയിട്ട് പ്രത്യേകിച്ചും ചെയ്യാൻ മണി വാല്യൂ ഒക്കെ തീർന്നു. ഇങ്ങനെ ഒരു ക്രൈസിസ് വന്നാൽ നമ്മുടെ ഡോളർ ഉണ്ടോ എന്നിട്ടും കാര്യമില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ മുതലാളി ഇറച്ചി പീസ് മുറിച്ച് കൊടുക്കുന്നു. പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ അവർ തരുന്നു. അത് അവരുടെ ആവശ്യത്തിനായിട്ടുള്ളതായിട്ട് അവർ മാറ്റി വെക്കുന്നു. ഡോൺലി ഈ ചെറുപ്പക്കാരനും തമ്മിൽ ഭയങ്കര കമ്പനിയാവുന്നു. ഈ പുള്ളിക്ക് ഒരു പെൺകുട്ടിയായിട്ട് ഒരു താല്പര്യം വരുന്നുണ്ട്. അതൊക്കെ കഥയ്ക്കത് പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. ഇവിടെ വേറെ ഡോക്ടർ വരുന്നുണ്ട്. ഈ ക്രൈസിസ് ഒക്കെ നടന്ന സമയത്ത് മകൾ മരണപ്പെടുന്നു. പിന്നെ മകളുടെ ജീവൻ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം. അപ്പം മറ്റുള്ളവരുടെ ജീവൻ തുലച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, സ്വന്തം മകളുടെ ജീവൻ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളൊരു പ്രതീക്ഷയോടെ ഡോക്ടറിനെ സഹായിക്കാനായിട്ട് കുറച്ച് ടീമുണ്ട്. ശുദ്ധവെള്ളം, ഇത്രയും ക്രൈസിസും ഭൂമിയൊക്കെ അങ്ങനെയൊക്കെ കുഴി അഗാധ ഗർത്തങ്ങളും സിറ്റുവേഷനോട്ടൊക്കെ വരുമ്പം കുടിക്കാൻ നല്ല വെള്ളം കിട്ടുമെന്നൊരു വലിയ ഘടകമാണ്. പ്യുവർ വാട്ടർ. ഇയാൾ പ്യുവർ വാട്ടർ കൊടുക്കുന്നുണ്ടെന്നുള്ള ഒരു ന്യൂസൊക്കെ എല്ലായിടത്തും സ്പ്രെഡാണ്. അപ്പം ആൾക്കാരെ പുള്ളി സർവൈവൽസിനെയൊക്കെ പുള്ളി കൊണ്ട് പേരൻസിനോടൊപ്പം ഒരു 20 വയസ്സ് താഴെയുള്ളവരൊക്കെ പുള്ളി താമസിപ്പിക്കുക. അപ്പോൾ പുള്ളിയുടെ ലക്ഷ്യം ഈ 20 വയസ്സ് താഴെയുള്ള കുട്ടികളിൽ നിന്നും എന്തൊക്കെയോ സാധനങ്ങൾ എടുത്ത് തൻ്റെ മകളുടെ ശരീരത്തോട് പിടിപ്പിക്കുക. ഇതൊക്കെയാണ് പുള്ളിയുടെ മൈൻഡിലെ സെറ്റപ്പ്. അവസാനം ഡോൺലി ഈ പറഞ്ഞ പെൺകുച്ചി ഹീറോയിൻ, അതായത് നമ്മുടെ ജി ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി, ആ പുള്ളിക്കാരത്തിൻ്റെ പേര് സ്യൂന്ന. ആ പുള്ളിക്കാരത്തി രക്ഷിക്കാൻ വേണ്ടി ഈ പയ്യനും ഡോൺലിയുടെ പേര് നാം ഇവർ വന്ന് എല്ലാം ഇടിച്ച് പൊളിച്ച് എല്ലാവരും എടുത്തിട്ട് അല്ലെങ്കിൽ രക്ഷിക്കുന്നു. അത് നമ്മളെ ഡോൺലി അല്ലേ, എടുത്തിട്ട് പഠിച്ചങ്ങ് തീർക്കും. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇതുപോലൊരു സിറ്റുവേഷൻ നമുക്ക് വന്നാൽ നമ്മളെങ്ങനെ അതിനെ ഓവർകം ചെയ്യും. നമ്മുടെ ട്രംപും നമ്മുടെ ഇറാനും ഇസ്രായേലും ഒക്കെ തമ്മിലുള്ള യുദ്ധങ്ങളും മൂത്ത് വരുമ്പം ഭൂമിയിലോട്ട് അവർ അണുവായുധങ്ങളും മറ്റൊക്കെ കൊണ്ട് നിക്ഷേപിക്കുമ്പം ഭൂമിയൊക്കെ എങ്ങനെയാണോ അതിനോട് പ്രതികരിക്കുക. നമുക്കറിയാം നമ്മുടെ ഇവിടെ ചൂട് കൂടുന്നു. ഇവന്മാരൊക്കെ പൊട്ടിക്കുന്ന അണുവായുധങ്ങളും ഇവന്മാരുടെ ഓരോ സാധനങ്ങൾ കത്തിച്ച് കൂട്ടുന്നതിൻ്റെയൊക്കെ ഒന്നും ആരും പറയുന്നില്ല. നമ്മളൊരു കാർ ഓടിച്ചാലോ അല്ല നമ്മുടെ വീടിൻ്റെ സൈഡിലൊരു ഇച്ചിരി വേസ്റ്റ് കത്തിച്ചാലോ ഉണ്ടാകുന്നല്ല. ഇവന്മാരെന്തുമാത്രം കൂട്ടിയിട്ട് കത്തിക്കുന്നത്. ഈ ഓരോ വാറിനും കത്തിക്കരിയുന്നത് എന്തൊക്കെയാണ്. ഈ കെമിക്കൽസ് എല്ലാം കൂടി ഭൂമിയിൽ ഓസോൺ പാളി മുഴുവൻ തുറച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതാരും പറയുന്നില്ല. കാരണം അവരുടെ ഇതുകൊണ്ടും അവർ ഭരിക്കുന്നവരായതുകൊണ്ടും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാരുണ്ട്. ഇന്നിപ്പോൾ UN എന്ന് പറയുന്ന സാധനത്തിന് ഒരു വാല്യൂ ഇല്ല. റബ്ബർ സ്റ്റാമ്പ് സംസാരിക്കാൻ ആരുമില്ല. UN വന്ന് നോക്കിയിട്ട് റിപ്പോർട്ട് അങ്ങ് ഇടും. അല്ല UN അതിനകത്ത് ഇടപെട്ട് സമാധാനത്തിൻ്റെ കപ്പക്കോരുമായിട്ട് വന്ന് നിന്ന് ഇത് സ്റ്റോപ്പ് ചെയ്യിക്കണം. അതിനാണല്ലോ UN എന്നൊക്കെ നമ്മൾ ആക്കിയിരിക്കുന്നത്. എല്ലാവരും അത് തസ്തികയൊക്കെ എൻജോയ് ചെയ്ത് ശമ്പളവും പറ്റി സുഭിക്ഷമായിട്ട് ഫുഡിങ്ങൊക്കെ അടിച്ച് ജീവിക്കുന്നു. UN ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്, അവിടെ എല്ലാവരും മീറ്റിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് എന്ത് പ്രയോജനം? ഈ കൊറോണ തുടങ്ങിയ നാളെ മുതൽ നാട്ടിൽ യുദ്ധം നടക്കുന്നതാണ്. ഇവരായിട്ട് എങ്ങാനും തൽക്കാലത്തിന് ഇവിടെ നിർത്തിങ്ങായി UN ആയിട്ട് ഇടപെട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇതൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. ഇതുപോലൊരു സിറ്റുവേഷൻ ഈ സിനിമയിൽ കാണുന്ന ഒരു സിറ്റുവേഷൻ നമുക്കും എപ്പം വേണമെങ്കിലും ഉണ്ടാവും. ഈ സിനിമയിൽ എർത്ത്ക്വേക്കും മറ്റൊക്കെ കാണിക്കുന്നത് ഉണ്ടായിട്ടാണ് ഈ തകർന്നു പോകുന്നത്. കാരണങ്ങൾ നമ്മൾ തന്നെ ഈ ഭൂമി ബിൽഡിങ്ങിലെല്ലാം കിട്ടും. സത്യം പറഞ്ഞാൽ ഈ എർത്ത്ക്വേക്ക് വരുമ്പം കാട്ടിലുള്ള മൃഗങ്ങൾക്ക് ആർക്കും പ്രശ്നമൊന്നുമില്ല. ഇത്രയൊക്കെ ക്രൈസിസ് വന്നാലും അവർ രക്ഷപ്പെടും. കാരണം അവർക്ക് ബിൽഡിങ് പിന്നെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന പെറ്റ്സ്. കാരണം നമ്മളാണല്ലോ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കി അതിൻ്റെ അത് കയറിയിരിക്കുന്നവർ. മൃഗങ്ങളെല്ലാം ഭൂമിയിലല്ലേ. നമ്മുടെ ലോകം എങ്ങോട്ടാണ് പോകുന്നത്? ഇതുപോലൊരു സിറ്റുവേഷൻ വന്ന് നമ്മുടെ ലോകം എങ്ങനെയാണോ ഓവർകം ചെയ്യുക എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചായിരുന്നു. എന്താണെങ്കിലും ഈ പടത്തിൽ ഡോൺലി നല്ല പെർഫോമൻസ് ആണ്. അതിന് പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. തെറ്റ് കണ്ടാൽ പുള്ളി പ്രതികരിക്കും. ജിയുടെ ഫ്രണ്ട് ആ പെങ്കൊച്ചിനെ രക്ഷിക്കാൻ ചെല്ലുമ്പോൾ കൈക്ക് കിട്ടിയ പുള്ളി ഇടിച്ച് പപ്പടാക്കും. അതാ പുള്ളിയുടെ ക്യാരക്ടർ. ഈ സെൽസ് റീജനറേറ്റ് ചെയ്ത ചില ജീവികൾ വരുന്നുണ്ട്. ആ മുതലേ അതുപോലത്തെ മുതലെയാണ്. മുറിച്ച് കളഞ്ഞാൽ നിങ്ങൾക്ക് ജീവനുണ്ട്. ഇപ്പം കൈ മുറിച്ച് കളയുക, കാലൊക്കെ മുറിച്ച് കളഞ്ഞാൽ അത് ജീവിക്കും.
ഇവിടെ നിങ്ങളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ തല മുറിച്ച് മാറ്റണം. ഇപ്പം ഡോൺലി ഇവിടെ ഇയാൾ റീജനറേറ്റ് ചെയ്യുന്ന ഈ ജീവജാലങ്ങൾ മനുഷ്യനുൾപ്പെടെയുള്ളതുകൊണ്ട് അവരുമായിട്ട് അറ്റാക്ക് ചെയ്യുമ്പോഴും ഡോൺലി അവൻ്റെയൊക്കെ തലയാണ് മുറിച്ച് മാറ്റുന്നത്. ആ മുതലയുടെ കേസിലും മുതലയുടെ തല മുറിച്ച് മാറ്റിയാണ് മുതലേക്കൊന്ന്. അല്ലെന്നുണ്ടെങ്കിൽ ഏക്കില്ല, കയ്യും കാലൊക്കെ പോയാലും അവർ വീണ്ടും കഴിഞ്ഞിട്ട് വരും. ഇതൊക്കെയാണ് ആ പടത്തിൽ കാണിക്കുന്നത്. വേറൊരു ലോകം, നമ്മുടെ ഭൂമി തന്നെയാണെങ്കിലും ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ, ഭൂകമ്പമൊക്കെ വന്ന് നമ്മുടെ ഭൂമി മൊത്തം ഇങ്ങനൊരു ഗതി വന്ന് ആളുകൾ ജീവിക്കാൻ കിടന്ന് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ക്രൈസിസ് ഉണ്ട്. പല പല ഗ്രൂപ്പുകളായിട്ട് ഒരറ്റത്ത് നിന്ന് വീണ്ടും തിരിച്ചു വരാൻ നോക്കുന്നു. അതിൻ്റെ അകത്ത് ചിലവന്മാർ ഗുരുവർത്ഥമുണ്ട്. ഈ ഡോക്ടറിനെ പോലെ ഉള്ളവന്മാർ തൻ്റെ മകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ ജീവൻ ബലികർപ്പിക്കുക എന്നുള്ളൊരു അങ്ങനെ ഒരു ചിന്താഗതിയായിട്ട് പോകുന്ന കുറേ ആൾക്കാർ. ഡോൺലിയെ പോലുള്ളവർ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി, അതായത് നീതിപൂർവ്വം പെരുമാറുക, ഇന്ന പാർട്ടിയിൽ നിന്നും ഇന്ന വ്യക്തിയിൽ നിന്നും ഇന്ന മതമൊന്നും നോക്കാതെ സഹായം വേണ്ടവർക്ക് പുള്ളി കൂടെ നിൽക്കുന്നവർക്ക് കട്ടയ്ക്ക് കൂടെ നിൽക്കുക. ആ ഒരു മൈൻഡ് സെറ്റുമായിട്ടുള്ള വ്യക്തിത്വമായിട്ട് ഡോൺലി വരുന്നു. ഒരു ചെറുപ്പക്കാരൻ പെൺകുട്ടിയും പണയാൻ തോന്നി, പെൺകുട്ടിയുടെ കൂടെ മുത്തശ്ശിയുണ്ട്. അപ്പോൾ അവരെയാണ് ഈ ഡോക്ടർ കൊണ്ടുപോയത്. നല്ലൊരു മൂവിയാണ്, നെറ്റ്ഫ്ലിക്സിൽ കിടക്കുന്ന 2024 മൂവിയാണ്. പക്ഷേ എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എനിക്ക് തോന്നുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് മൂവിയാണ്. ആ ഒരു ഡോൺലി വരുമ്പോൾ തന്നെ നമുക്കൊരു കൊറിയൻ ലാലേട്ടൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.